ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മാരക റിസൾട്ട് ഒന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റി. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇനിയിപ്പോ ആ കൂട്ടത്തിൽ എന്റെയും കൂടെ ആവട്ടെ. ഇനിയിപ്പോ 1-2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും വന്നില്ല എന്ന് ആരും പരാതി പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മാജിക് പോലെ റിസൾട്ട് വരും. എനിക്ക് വന്ന പോലെ. ആൾക്കാരെ പറ്റിച്ച് കിട്ടുന്ന പൈസ വാങ്ങി നാക്കിയിട്ട് ഇവർക്കൊക്കെ എങ്ങനെയാണ് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സോ കോൾഡ് സെലിബ്രിറ്റീസിനെ കുറിച്ചും ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോ ദിവസവും ഇവർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ബ്യൂട്ടി പ്രോഡക്ട്സിന് കയ്യും കണക്കുമില്ല. ആളെ പറ്റിക്കുന്ന കുറെ ഉടായ്പ പ്രൊഡക്റ്റുകൾ, നമ്മുടെ പൈസ പോകുമെന്നല്ലാതെ വേറെ ഒരു ഉപകാരവുമില്ലാത്ത കുറെ ചാത്തൻ സാധനങ്ങൾ. നമ്മുടെ പോക്കറ്റ് കാലിയാവുകയും ചെയ്യും, അവരുടെ പോക്കറ്റ് വീർക്കുകയും ചെയ്യും. നല്ല സുഖമുള്ള ഏർപ്പാടാണല്ലോ അല്ലെ. ഒരുപാട് തവണ നമ്മൾ സംസാരിച്ച വിഷയമൊക്കെ തന്നെയാണ് ഇത്. പക്ഷേ പിന്നെ എന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, ഒരു മാറ്റവും ഇല്ല. ഇൻഫ്ലുവൻസേഴ്സ് എന്ന നെയിം ടാഗ് ഉപയോഗിച്ച് ഇന്നും ആളെ പറ്റികൾ യഥേഷ്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചു കാലമായി ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ കീച്ച് വീർപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു സോപ്പാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഘർ സോപ്പ് എന്നാണ് ഇതിന്റെ പേര്. മാർക്കറ്റിൽ മാജിക് സോപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതിന്റെ മുതലാളിമാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. PhD ഇൻ ടാൻ റെഡ്യൂസിംഗ് എന്നാണ് ഇവരുടെ പരസ്യവാചകം. അതായത് നമ്മുടെ സ്കിന്നിലെ ടാൻ ഒക്കെ പുഷ്പം പോലെ കളഞ്ഞു തരുമെന്ന് അർത്ഥം. ഈ സോപ്പ് ഒന്ന് വാങ്ങി തേച്ച് കുളിച്ചാൽ മാത്രം മതി, ടാൻ ഒക്കെ പമ്പ അടക്കും. 200 രൂപയുടെ അടുത്ത ാനട്ടോ ഈ സോപ്പിന്റെ വില. നമ്മുടെ നാട്ടിൽ ഇത് പ്രൊമോട്ട് ചെയ്തവർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ചില്ലറക്കാരൊന്നല്ല കേട്ടോ. നമ്മുടെ ലോക്കൽ ഇൻഫ്ലുവൻസർ ആയ ജാസ്മിൻ ജാഫർ മുതൽ സിനിമാ നടിയായിട്ടുള്ള അമല പോൾ വരെ ഇതിൽ പെടുമെന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ജാസ്മിന്റെ വീഡിയോ കണ്ടു തന്നെ തുടങ്ങാം. ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. എന്താ ജാസ്മിന്, പ്രൊമോഷൻ വീഡിയോ തുടങ്ങുന്ന തന്നെ ഒരു ഭൂലോക നുണ കൊണ്ടാണല്ലോ. ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഒന്നും ഇല്ലാതെ വന്ന പ്രൊഡക്റ്റ് ആണ് പോലും. ഫേക്ക് പ്രോമിസുകൾ മാത്രമേ ഇവർ നടത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ടാൻ ഇല്ലാതാക്കും എന്നതിനേക്കാളും വലിയ ഫേക്ക് പ്രോമിസ് വേറെ എന്താണ് വേണ്ടത്? ഒരു സോപ്പ് വെച്ച് കുളിച്ചാൽ ടാൻ റിമൂവ് ആകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ നമ്മൾ കുളിക്കുമ്പോൾ വെറും സെക്കൻഡുകൾ കൊണ്ട് മാത്രം ദേഹത്ത് തേക്കുന്ന സോപ്പ് കൊണ്ട് ശരീരത്തിലെ ടാൻ ഒന്നും നീങ്ങി പോകത്തില്ല. ചിലപ്പോൾ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കിട്ടുമായിരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇല്ലാണ്ടാവുകയും ചെയ്യും. ഈ ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുമ്പോൾ അൾട്രാ വയലറ്റ് രശ്മികളെ തടയാൻ വേണ്ടി നമ്മുടെ സ്കിൻ എന്താക്കും? കൂടുതൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. മെലാനിൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ ഡാർക്ക് കളർ നൽകുന്ന സാധനമാണ് ഈ മെലാനിൻ. സോ ഇങ്ങനെ മെലാനിൻ കുറെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ടാൻ ഉണ്ടാകുമ്പോൾ സ്കിന്നിൽ ഡാർക്ക് ടോൺ ഉണ്ടാകുന്നത്. ഇങ്ങനെ അമിതമായി ടാൻ അടിക്കുന്നത് മൂലം പ്രീമച്യൂർ ഏജിങ്ങും സ്കിൻ ക്യാൻസറും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് തടയാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ മാക്സിമം ഒഴിവാക്കുക. വെയിലത്ത് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതുപോലെ ഓൾറെഡി ടാൻ വന്ന ആളുകൾ നല്ല സ്കിൻ ഡോക്ടറെ കാണിച്ച് അതിനുള്ള പ്രതിവിധി തേടുക. പ്രോപ്പർ ആയ ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലാതെ കണ്ട സോപ്പ് ഒന്ന് വാങ്ങി തേച്ചത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ. ജാസ്മിനെ പോലുള്ള ഇൻഫ്ലുവൻസർമാരുടെ വാക്ക് കേട്ട് ഈ സോപ്പ് വാങ്ങി ഉപയോഗിച്ച് പറ്റിക്കപ്പെട്ട് 100 കണക്കിന് ആളുകളുടെ അനുഭവം കൂടിയാണ്. ഈ സോപ്പ് വാങ്ങി പണി കിട്ടിയെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ജാസ്മിന് പറയാനുള്ളത് ബാക്കി കൂടി കേട്ടോക്കാം. ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മാരക റിസൾട്ട് ഒന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റി. കണ്ടിന്യൂസ് ആയി 7 ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റി പോലും. അത് തെളിയിക്കാൻ വേണ്ടി ഓരോ ദിവസം എടുത്ത ഫോട്ടോസ് ഒന്നും പറഞ്ഞുകൊണ്ട് കുറെ കൈയിന്റെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. എന്താണ് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത്? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഡിഫറെന്റ് ആയ ലൈറ്റനിങ് കണ്ടീഷനിൽ എടുത്ത ഫോട്ടോസ് ഡേ 1 ഡേ 2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ആളുകൾ വിശ്വസിക്കുമെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. അതൊക്കെ പണ്ട്. ഇതൊക്കെ ഇവരുടെ സ്ഥിരം ഉടായ്പാണ്. ഇതുപോലുള്ള സകല ബ്യൂട്ടി പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് 2 ഫോട്ടോസ് കൊടുക്കും. ബിഫോർ യൂസിംഗ് ദ പ്രൊഡക്റ്റ് എന്നും പറഞ്ഞു കൊടുക്കുന്ന ഫോട്ടോ തീരെ ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചായിരിക്കും എടുക്കുക. ഫിൽറ്ററും ഇടൂല. കാണുമ്പോൾ തന്നെ നമുക്ക് ഡൾ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ആഫ്റ്റർ യൂസിംഗ് ദ പ്രൊഡക്റ്റ് എന്നും പറഞ്ഞു കൊടുക്കുന്ന ഫോട്ടോയിൽ നല്ല ഫിൽറ്റർ ഒക്കെ ഇട്ട് നല്ലോണം വെളുപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ടാകും. അതാണ് ഇവരുടെ പരിപാടി. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരാഴ്ച ഇവർ ഇതുപോലുള്ള 2-3 പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുക. എല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കി, സ്വന്തം എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്നൊക്കെ പറയും. ഒരാഴ്ച തന്നെ 3 പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. എന്നാലും ഇവർ പറയുന്ന പോലെ ഉപയോഗിച്ച് നോക്കിയെന്ന് തന്നെ വെക്കുക. അങ്ങനെയെങ്കിൽ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് റിസൾട്ട് കിട്ടിയെന്ന് എങ്ങനെ മനസ്സിലാകും? ഇങ്ങനെ നോക്കി കഴിഞ്ഞാണെങ്കിൽ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവരും അടിമുടി ഉടായ്പാണ്. എന്തായാലും ജാസ്മിന് പറയാനുള്ളത് ബാക്കിയോട് കേട്ടോക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. എവിടെ കണ്ടു? ഒന്ന് കാണിച്ചു തരാൻ പറ്റും? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ ഗർ സോപ്പിനെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ അല്ലാതെ ഞാനൊന്നും എവിടെയും കണ്ടിട്ടില്ല. വേണമെങ്കിൽ ചില കമന്റ്സ് വായിച്ചു തരാം. ഫേക്ക് പ്രോഡക്റ്റ്, നോ റിസൾട്ട്, ഐ യൂസ്ഡ് ഫോർ ദിസ് 3 months. ഒരു റിസൾട്ടും ഇല്ല. പൈസക്ക് വേണ്ടി ഇവർ ഫേക്ക് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നു. Yes, I used the same one continuously for the month. I can't see any changes after using this. All those videos about this product are just for promotion. Guys, don't fall for fake promises. ഞാനൊരു വർഷം മുമ്പ് ഉപയോഗിച്ചതാ. ഡ്രൈ ആക്കും കൈ. അലക്ക് സോപ്പ് ഇതിനും ഭേദമാണ്. എൻ്റെ അറിവിൽ ആരോടും 200 രൂപയ്ക്ക് പൊട്ട സോപ്പ് വാങ്ങാൻ പറയില്ല. നമ്പർ 1 ഉടായ്പ്. ഒരു മാറ്റവും വരാൻ പോണില്ല. ഉടായ്പാണ്, ആരും വാങ്ങരുത്. അടിപൊളിയാണ്, എല്ലാവരും മേടിക്കും. എന്നിട്ട് എന്നെ പോലെ ഊമ്പി തെറ്റി നടക്കും.
എല്ലാവർക്കും ബോധ്യമായല്ലോ. ഈ സോപ്പ് ഉപയോഗിച്ച് നോക്കിയവരുടെ അഭിപ്രായമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ഒരൊറ്റ പോസിറ്റീവ് കമന്റ് പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ജാസ്മിന് മാത്രം ഇവിടുന്നാണ് ഇത്രയധികം പോസിറ്റീവ് റിവ്യൂ കാണാൻ പറ്റിയത്. ജാസ്മിനെ കണ്ടത് പെയ്ഡ് റിവ്യൂകളും ബോട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫേക്ക് കമന്റുകളും ഒക്കെ ആയിരിക്കും. അല്ലാതെ ജെനുവിൻ ആയിട്ടുള്ള പോസിറ്റീവ് കമന്റുകളൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും കൂടെ അടിച്ച് വിടന്നെ. എന്തായാലും ബാക്കി കൂടി പറഞ്ഞാട്ടെ. ആ കൂട്ടത്തിൽ എന്റെ കൂടെ ആവട്ടെ. ടാനിങ് റിമൂവ് ചെയ്യാൻ സ്കിൻ എക്സ്ഫോലിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ സോപ്പ് സ്കിന്നെ ഡാമേജ് ചെയ്യാതെ വളരെ ജെന്റിലായി ചെയ്യും. ഉണ്ട ചെയ്യും. ദേ അടുത്ത നോണ സ്കിന്ന് ഡാമേജ് ആക്കില്ല പോലും. ആക്ച്വലി ഈ സോപ്പിന്റെ pH ലെവൽ കൂടുതലാണെന്നാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ pH ലെവൽ കൂടിയ സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ബാരിയർ തന്നെ നശിച്ചു പോകും. അങ്ങനെ സ്കിൻ ഡാമേജ് സംഭവിക്കും. അപ്പൊ അടുത്ത നോണയും പൊളിഞ്ഞില്ലേ. ബാക്കി പറഞ്ഞാട്ടെ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു ഡുവൽ ടെക്സ്ചർ ആട്ടോ വരുന്നത്. ഇതിന്റെ റഫ് സൈഡ് നമ്മുടെ ടാൻ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ജെന്റിലായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും നമ്മുടെ ഡെഡ് സ്കിൻ മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ സോഫ്റ്റ് സൈഡ് അത് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നറിഷ് ചെയ്ത് സോഫ്റ്റ് ആക്കി ഫ്രഷ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കും. പ്രീമിയം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാൻഡൽവുഡ്, സാഫ്രോൺ, കോക്കനട്ട് ഓയിൽ, ഗോട്ട് മിൽക്ക് തുടങ്ങിയവയാണ് ഈ മാജിക് സോപ്പിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഫ്രാഗ്രൻസ് സൂപ്പർ റിഫ്രഷിംഗ് ആണ്. ഇത് യൂസ് ചെയ്താൽ പിന്നെ പെർഫ്യൂം പോലും വേണ്ടി വരില്ല കേട്ടോ. ഇനിയിപ്പോ 1-2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും വന്നില്ല എന്ന് ആരും പരാതി പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മാജിക് പോലെ റിസൾട്ട് വരും. വീണ്ടും ഫോട്ടോ കമ്പാരിസൺ. ഒന്ന് ലൈറ്റ് ഇല്ലാത്ത ഫോട്ടോ, മറ്റേത് ലൈറ്റ് ഉള്ള ഫോട്ടോ. ഒന്ന് ഫിൽറ്റർ ഇടാത്ത ഫോട്ടോ, മറ്റേത് ഫിൽറ്റർ അടിച്ച് കയറ്റിയ ഫോട്ടോ. നമ്മളൊന്ന് കണ്ണുപൊട്ടന്മാരല്ലോ കേട്ടോ ജാസ്മിന്. അത് മനസ്സിലുണ്ടായിക്കോട്ടെ. ഉടായ്പിനൊക്കെ ഒരു പരിധി ഇല്ലടേ. പിന്നെന്താ പറഞ്ഞത്? 1-2 ദിവസം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടും അല്ലേ? അതെ, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കുറെ പൈസയും കളഞ്ഞ് സ്കിന്നിന്റെ ബാരിയറും നശിച്ച് എല്ലാവരും നശിച്ച് പണ്ടാറടങ്ങട്ടെ അല്ലേ? എന്ത് പറയാനാണ് ഇവളോടൊക്കെ? കുറച്ച് പൈസ കിട്ടുമെന്ന് അറിഞ്ഞാൽ എത്ര നുണ പറയാനും ആൾക്കാരെ പറ്റിക്കാനും യാതൊരു മടിയുമില്ലാത്ത വല്ലാത്ത ജാതിഷ്ടാണ്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. എനിക്ക് വന്ന പോലെ ഇനിയിപ്പോ നിങ്ങൾക്ക് കുറച്ച് സ്റ്റബോൺ ആയിട്ടുള്ള ടാനിങ് ഓൺലൈനിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 20-25 ഡേയ്സ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അടിപൊളി വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ചാനൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. ഓ വേണ്ട, ലിങ്ക് നീ തന്നെ വെച്ചോ, അതാണ് നല്ലത്. എന്തായാലും ജാസ്മിൻ അവിടെ നിൽക്കട്ടെ. നമുക്കിനി അമല പോളിനെ കണ്ടുവരാം. അമല പോൾ ഇപ്പൊ ചന്ദ്രിക സോപ്പ് ഒഴിവാക്കി ഗർ സോപ്പിന് പിന്നാലെയാണ്. കൂട്ടുകാരായിട്ടുള്ള റിയയുമായി ആള് തെറ്റിപ്പിരിഞ്ഞെന്ന് തോന്നുന്നു. അല്ല, റിയ ആണെങ്കിലും അമലയ്ക്ക് ചന്ദ്രിക സോപ്പ് സജസ്റ്റ് ചെയ്തിരുന്നത്. ഇനിയിപ്പോ ഏത് പുതിയ ഫ്രണ്ട് ആണോ അമലയ്ക്ക് പുതിയ ഉടായ്പ സോപ്പ് സജസ്റ്റ് ചെയ്തത് ആർക്കറിയാമല്ലേ. എന്തായാലും അമല പോളിന്റെ പ്രൊമോഷൻ വീഡിയോ കണ്ടു നോക്കാം. ഈ മാജിക് സോപ്പിന്റെ പിന്നിലുള്ള സയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, യുഡായ്പ സോപ്പിന് പിറകിൽ സയൻസ് ഉണ്ടോ? ആഹാ, കൊള്ളാലോ. അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. വ്യത്യസ്തമായ പ്രൊമോഷൻ തന്നെ. സയൻസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാൽ ആളെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. ബാക്കി പറഞ്ഞാട്ടെ. എന്തായാലും ഗൈസ്, ഐ എം ആക്ച്വലി സീയിങ് ഗുഡ് റിസൾട്ട്. ടാൻ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഇവിടെ ഉണ്ട് അല്ലേ? അത് പിന്നെ നിർബന്ധമാണല്ലോ. 2 ഫോട്ടോയും എല്ലാവരും ശരിക്കും കണ്ടല്ലോ അല്ലെ? ലൈറ്റിങ്ങും ഫിൽറ്ററും ഒന്നും ശ്രദ്ധിക്കാൻ മറക്കണ്ട. ബാക്കി പറഞ്ഞാട്ടെ. ഇത് 2 ടെക്സ്ചർ ആണ് 2 സൈഡിലും. ലൈക്ക് യു കെൻ സീ ദിസ് സൈഡ് ഇസ് എ ബിറ്റ് റഫ്, സോ അത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. ആൻഡ് ഈ വശം ഇറ്റ് ഇസ് സ്മൂത്ത്, സോ ഇത് മോയ്സ്ചറൈസ് ചെയ്യും. ബൈ ദ വേ, നിങ്ങൾ പെർഫ്യൂം വാങ്ങിക്കാനിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂം വാങ്ങിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സോപ്പിന്റെ ഫ്രേഗ്രൻസ് അടിപൊളിയാണ്. ഇങ്ങനെ മണക്കല്ല, ആ സോപ്പ് മൂക്കിനുള്ളിൽ കയറി പോകും. പിന്നെ ടാൻ റിമൂവ് ആക്കാൻ ആളെ ബാക്കി കാണില്ല. എന്തായാലും ഇതിപ്പോ ലാഭം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു പെർഫ്യൂം ഓർഡർ ആക്കിയിരുന്നു, എന്തായാലും അത് പോയി ക്യാൻസൽ ചെയ്യട്ടെ. നമുക്ക് ഗർ സോപ്പ് ഉണ്ടല്ലോ. സോപ്പായിട്ടും പെർഫ്യൂം ആയിട്ടും ടാൻ റിമൂവൽ ആയിട്ടും അങ്ങനെ എല്ലാം കൊണ്ട് സകലകല വല്ലഭനായിട്ടുള്ള ഗർ സോപ്പ് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം അല്ലേ? ബാക്കിയോട് പറഞ്ഞാട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് രക്തചന്ദനം, കുങ്കുമപ്പൂവ്, ആട്ടുംപാല്, പിന്നെ നല്ല വെളിച്ചെണ്ണ. ഓൾ ഓർഗാനിക് പ്രീമിയം ഇൻഗ്രീഡിയൻസ് ദാറ്റ് മേക്സ് ദ സോപ്പ് സ്മെൽസ് ഡിവൈൻ. ആട്ടിൻപാലൊക്കെ ഉണ്ട് അത്ര. ആട്ടിൻപാൽ ഉണ്ടായതുകൊണ്ടാണ് പോലും ഇത്ര നല്ല സ്മെല്ല്. ആട്ടിൻപാല് കുടിച്ചവർക്ക് അറിയാം അതിന്റെ ചൂര്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ബാക്കി പറഞ്ഞാലും ഗർ സോപ്പിന്റെ ഈ മാജിക് സോപ്പ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് സീ ഐ ആം ജസ്റ്റ് സ്റ്റോക്കിംഗ് ഇറ്റ് അപ്പ് ഫോർ മൈ ഫേവറേറ്റ് പീപ്പിൾ. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഗർ സോപ്പ് വാങ്ങിച്ചു കൂട്ടുകയാണ് അമല ചേച്ചി എന്നാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ട ആളുകളോട് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇനി നമുക്ക് നടനും ഡാൻസറും ഒക്കെ ആയിട്ടുള്ള റംസാൻ, അതുപോലെ തന്നെ ഉപ്പും മുളകും സീരിയൽ നടിയായിട്ടുള്ള ലച്ചു എന്ന ജൂഹി, ഇവരൊക്കെ ഗർ സോപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊക്കെ കണ്ടിട്ട് വരാം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ബോഡിയിലെ ഫുൾ ടാൻ വെറും 7 ദിവസം കൊണ്ട് റിമൂവ് ചെയ്യുന്ന ഗറിന്റെ ആയുർവേദിക് സോപ്പാണിത്. ഇക്കാലത്ത് 200 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഗറിന്റെ സോപ്പ് നിങ്ങൾക്ക് കിട്ടും. അതും നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവാൻ സഹായിക്കുന്ന സാൻഡൽവുഡ്, സാഫ്രോൺ, ഗോട്ട് മിൽക്ക് എന്നിവയുള്ള മാജിക്കൽ സോപ്പ്. പിന്നെ ഇതിന്റെ സ്മെൽ, ഇതുപയോഗിച്ച വേറെ പെർഫ്യൂംസിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇങ്ങനൊരു സോപ്പ് ഞാൻ ആദ്യമായിട്ട് കാണാം. 2 ഡിഫറെന്റ് സൈഡ്സ് ഉള്ളത്. ദി റഫ് സൈഡ് ടു എക്സലൈറ്റ് യുവർ സ്കിൻ ആൻഡ് ദ സോഫ്റ്റ് സൈഡ് ടു മോയ്സ്ചറൈസ് യുവർ സ്കിൻ. എന്താ നോക്കിയിരിക്കുന്നത്? ഞാൻ ഓൾറെഡി 2 ഓർഡർ ചെയ്തു. നിങ്ങൾ പോയി മേടിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. ഈ ടാനിങ് റിമൂവ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? സ്കിൻ എക്സ്ഫോളിയേഷൻ. ആൻഡ് ഈ സോപ്പിന്റെ ടെക്സ്ചർ അതിന് വേണ്ടിയിട്ടുള്ളത്. ഇതാണ് റഫ് സൈഡ്.
ഇത് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ടാൻ ലെയർ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതാണ് സ്മൂത്ത് സൈഡ്. ഇത് സ്കിൻ നറിഷ് ചെയ്യാനും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സോപ്പിൽ യൂസ് ചെയ്തേക്കുന്നത് ഭയങ്കര പ്രീമിയം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ലൈക്ക് സാഫ്രൻ, സാൻഡൽവുഡ്, ഗോട്ട് മിൽക്ക് ആൻഡ് കോക്കനട്ട് ഓയിൽ. ഗൈസ്, ഈ സോപ്പിന്റെ ഫ്രാഗ്രൻസ് എന്റെ അമ്മയെ സത്യം പറഞ്ഞാൽ വേറെ ലെവലാണ്. ടു ബി ഹോണസ്റ്റ്, പെർഫ്യൂം പോലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് 1 വീക്ക് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് യു ക്യാൻ ക്ലിയർലി സീ ദ റിസൾട്ട്സ്. ഈ സോപ്പിന്റെ ടെക്സ്ചർ എസ്പെഷ്യലി എക്സ്ഫോലിയേഷന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. നിങ്ങൾക്കും സ്റ്റബേൺ ആയിട്ടുള്ള ടാൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു സോപ്പ് 20 to 25 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കൂ ആൻഡ് സീ ദ മാജിക്. കണ്ടല്ലോ, എല്ലാ പ്രൊമോഷൻ വീഡിയോകളും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഉണ്ടല്ലേ. രക്തചന്ദനം, ആട്ടിൻപാല്, റഫ് സൈഡ്, സ്മൂത്ത് സൈഡ്, പെർഫ്യൂം വേണ്ട, ഇങ്ങനെ എല്ലാവരും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ് അല്ലേ. അതായത് ഗർ സോപ്പിന് മുതലാളി എഴുതി കൊടുത്ത് സ്ക്രിപ്റ്റ് വായിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ പോലും ഇത് ഉപയോഗിച്ച് നോക്കി റിവ്യൂ പറയാണെന്ന് ആരും കരുതണ്ട. ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ല മാറ്റമുണ്ടെന്നൊക്കെ ഇവർ വീഡിയോയിൽ പറയുന്നുണ്ട് അല്ലേ. പച്ച കള്ളമാണ് പറയുന്നത്, ആരും വിശ്വസിക്കരുത്. ആളെ പറ്റിക്കാൻ വേണ്ടി ഓരോ ഉടായ്പ കൊണ്ട് ഇറങ്ങിയേക്കുവാണ് ഓരോരുത്തർ. എന്തായാലും ഈ സോപ്പിനെ കുറിച്ചുള്ള 1-2 ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ട ശേഷം നമുക്ക് നിർത്താം. കാറിന്റെ സോപ്പ് ഉപയോഗിച്ച് ഈ ഒരു പരിവായിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായിട്ട് എന്ത് പോസിറ്റീവ് ഉണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സോപ്പ് ഉപയോഗിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ എല്ലാവരും പറ്റിക്കാനുള്ള ഒരു കഴിവ് ഈ സോപ്പിനുണ്ട് സത്യമായിട്ടും. കാരണം ഇത് ഉപയോഗിക്കുന്ന ടൈമിലല്ലേ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കയ്യിൽ മാത്രം തേച്ച് ഒരു കയ്യിൽ തേച്ചില്ല, എന്നിട്ട് ഇതൊന്ന് കഴുകി കളയുമ്പോൾ ഒരു റിസൾട്ട് കാണണം ഗൈസ്. നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ആ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓഫ് ഇത് ടാനൊക്കെ അങ്ങ് മാറ്റും, ഫുള്ള് സെറ്റ് ആവുമെന്ന് വിചാരിക്കുക. പക്ഷേങ്കിൽ അവിടെയാണ് നമ്മൾ എല്ലാവരും പറ്റിക്കപ്പെടുന്നത്. ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് വെറും കുറച്ച് മിനിറ്റ്സിലേക്ക് നമ്മളൊന്ന് കുളിച്ചിറങ്ങുന്ന ആ ഒരു ടൈമിലേക്കുള്ള ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് വെച്ചാൽ ഒരു ഉപയോഗമില്ല. ഇതുകൊണ്ട് ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗമില്ല. ടാൻ മാറുന്നതിൽ PhD എടുത്ത സോപ്പാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞ ഇവന്മാരോടൊക്കെ നമ്മൾ ഈ സാധനം മേടിച്ച് പൈസ തിരിച്ച് വാങ്ങാൻ വേണ്ട ഗൈസ്. ഉള്ളത് പറയാലോ, നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമല്ല, ഞാൻ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ പറയണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തത്. പക്ഷേ എങ്കിലും ഒന്നും പറയാനില്ല, ഒരു ഉപയോഗമില്ലാത്ത സോപ്പാണ്. സോ ഇതാണ് എന്റെ റിവ്യൂ. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റിൽ അറിയിക്കും. ഹലോ, അപ്പോൾ ടാൻ റിമൂവ് ആവാനായിട്ടുള്ള ഒരു റെമഡി ടോപ്പിക് നടക്കുകയാണ് നിങ്ങൾ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടത്. ഇത് നമ്മളുടെ സ്വന്തം ഗർസോ, അതായത് നമ്മുടെ സ്വന്തം ആൾക്കാർ വരട്ടെ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് 170 rupees കൊടുത്തിട്ട് എനിക്ക് ബോഡി ഫുള്ള് ഞങ്ങൾ പുറത്തൊക്കെ പോയി ടാനൊക്കെ അടിച്ച് ഭയങ്കര വെയിലാണോ, ടാനൊക്കെ അടിച്ച് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചൊരു സാധനമാണ്. ഒരുപാട് വീഡിയോസിൽ ടാൻ റിമൂവ് ആയി, സ്കിന്ന് ബ്രൈറ്റൻ ആയി, ഫേസ് ബ്രൈറ്റൻ ആയി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ അണ്ടർ ആം ഡാർക്ക്നെസ് വരെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചിട്ട് മേടിച്ചൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതിന് ഞാൻ മേടിച്ചത് 170 ആണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇതിൽ കൊടുത്തെങ്കിൽ 220 ആണ് കേട്ടോ. 220 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ പാക്കേജിങ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് സോപ്പ് ഉണ്ടാവുക. സോപ്പ് ഇപ്പം ഇതിലില്ല. മണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമാണ്. പക്ഷെ ഞാൻ സോപ്പ് ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടോ. ഏകദേശം ഇത്രേ ഉള്ളൂ. ഇത്ര കട്ടിയുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല കട്ടിയുണ്ടായിരുന്നു. പക്ഷെ ഇത് വേഗം അലിഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗം ഇങ്ങനെ സ്ക്രബായിട്ടാണുള്ളത്, തരി. ഒരു ഭാഗം ഇത്ര ആക്കി ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട്. ആൻഡ് ഇത് ഞാൻ 12 ദിവസം ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് റിവ്യൂ തരുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സോപ്പ് ആരും മേടിക്കേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ മേടിച്ചിട്ട് 12 ദിവസം ഉപയോഗിച്ചിട്ട് എൻ്റെ ടാൻ ഒരു പൊട്ടിക്ക് പോലും കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഇത്രയും കട്ടിയുള്ള സോപ്പാണ്. ഞാൻ ഇപ്പോൾ ഇത്രത്തോളം ഉപയോഗിച്ചു, എന്നിട്ടാണ് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ തരുന്നത്. ഒറിജിനലാണ്, ഞാൻ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് അവരുടെ. പക്ഷേ ഒരിക്കലും ആരും ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് പൈസ കളയണ്ട. ബിക്കോസ് ഇതിനേക്കാളും ബെറ്റർ ആണ് കോസി കെയർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കോസി കെയർ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കോസി കെയർ സോപ്പ് ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന്റെ പൈസ പോയത് വെച്ച് നിങ്ങളും കൂടെ എടുത്ത് ചാടാതിരിക്കാൻ. കണ്ടല്ലോ, ഈ സോപ്പ് കുറെ ദിവസം ഉപയോഗിച്ച് നോക്കിയവരുടെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത്. മറ്റേത് വെറും പ്രൊമോഷൻ ആയിരുന്നു. ഇതാണ് ഒറിജിനൽ റിവ്യൂ. പ്രൊമോഷനിൽ പറഞ്ഞ പോലെയൊന്നും ഒരു മണ്ണാൻ കട്ടി നടക്കാൻ പോണില്ല എന്നർത്ഥം. എന്തായാലും ഇതേപോലുള്ള സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനെയും വാക്ക് കേട്ട് ഓരോ ബ്യൂട്ടി പ്രോഡക്ട്സും വാങ്ങി ആരും ചെയ്യാൻ നിൽക്കേണ്ടതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.